ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് മാങ്ങ ഇതുപോലെ കുനുകുനാന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് കടുകും ഉലുവയും കൂടി ഒന്ന് ഇതുപോലെ വറുത്തെടുത്ത ശേഷം ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് അത് മാറ്റി വയ്ക്കാം. ഇനി പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കാശ്മീരി മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെച്ച് നമ്മൾ ആദ്യം ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച കടുകും ഉലുവയും പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിന് വിനീഗർ കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്.